എല്ലാവർക്കൊക്കെ സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ ഒരു ചക്കയുടെ പാട കൊണ്ടാണ്, അതായത് ഈ ചക്കക്കുരുവിൻ്റെ മുകളിലുള്ള ആ പാട ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു തോരനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതും കൊണ്ടൊരു തീയലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റാണ്. ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വരുന്ന ഒരു ചേച്ചി പറഞ്ഞു തന്നതാണ്, ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെയും ചെയ്യാം എന്നുള്ള ഒരെണ്ണം പറഞ്ഞു തന്നാണ്. അപ്പോൾ ഞാൻ അതനുസരിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. അപ്പോൾ ഈ ചക്ക പാടയുടെ ഈ സൈഡിൽ ഇങ്ങനെയൊരു ഇത് കാണും, അത് നമ്മൾ മാറ്റി കളയണം. അതിങ്ങനെ നമ്മൾ എടുത്ത് കളയണം. ഇത് കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനി ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾക്ക് കുക്കറിലിട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ പുളിക്ക് വേണമെങ്കിൽ നമുക്ക് വാളൻപുളി ചേർക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഒരു മാങ്ങയുടെ കുറച്ച് ഭാഗമാണ് ചേർക്കാൻ പോകുന്നത്. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. വാളൻപുളി ഇട്ട് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മാങ്ങ ഇട്ടിട്ടൊന്ന് ചെയ്യാമെന്നാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാങ്ങ മുഴുവൻ വേണ്ട, ഇതിനി വളരെ കുറഞ്ഞു പോകും. നമ്മളൊന്ന് കഴുകി കുക്കറിലിടുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് വറ്റൽമുളക് വേണം. ഇത് കാശ്മീരി ചില്ലിയാണ് എൻ്റെ കയ്യിലുള്ളത്, അതാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അല്പം മുളക് പൊടി കൂടി നമ്മൾക്ക് ചേർക്കാം. പിന്നെ നമ്മൾക്ക് കുറച്ച് ഉള്ളി വേണം, ഒരു 2-3 വെളുത്തുള്ളിയുടെ കഷ്ണം വേണം. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. അപ്പോൾ ഈ തേങ്ങ നമ്മൾ എടുക്കുന്നതനുസരിച്ചിട്ട് നമ്മൾക്ക് തേങ്ങ നന്നായിട്ട് വറുത്തരയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. മാങ്ങ അരിഞ്ഞ് ഇത് ഞാനൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇതിനകത്തേക്ക് മാങ്ങയും അരിഞ്ഞു വെച്ചു. അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് വേകാനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊരു വിസിൽ വരെ നമുക്കൊന്ന് വയ്ക്കാം. നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അല്പം ഉപ്പ് ചേർത്തു, അല്പം കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ അല്പം സവോള കൂടി ഇടുകയാണ്. ഒരു അര സവോള കൂടി നമ്മൾ ഇടുകയാണ്. ഇനി നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച ഉള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തീയലിന് വറുക്കുന്നത് പോലെ നമ്മൾക്കൊന്ന് നമ്മൾ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ ഇളക്കി ഒരുവിധം ഒരു ബ്രൗൺ നിറമാകുന്നവരെ നമ്മൾ വറുക്കണം. കുറച്ച് ആയി നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തേങ്ങ വറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളകിട്ട് കൊടുക്കാം. അല്പം കൊത്തമല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊക്കെ പകരം നിങ്ങൾക്ക് മുളക് പൊടിയാണെങ്കിലും അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണെങ്കിലും നമ്മൾക്ക് ഇട്ട് കൊടുത്താൽ മതി. അതപ്പം അവസാനം വാങ്ങുന്ന നേരത്തിന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ തേങ്ങ വറന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് വാങ്ങാറായി. അപ്പം എരിവിന് വേണ്ടിയിട്ടുള്ള കാശ്മീരി മുളകിന് അത്ര എരിവില്ല, അതുകൊണ്ട് നമ്മൾ അല്പം മുളക് പൊടി ചേർക്കുകയാണ്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്, ഒരല്പം കൂടി ചേർക്കുകയാണ്. ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്നു. നമ്മൾ എടുക്കുന്നതനുസരിച്ചിട്ടാണ് തേങ്ങ. ഞാൻ ഏകദേശം ഒരു ചെറിയ തേങ്ങയുണ്ട്, ഒരു തേങ്ങ മുഴുവൻ എടുത്തിരുന്നു. നിങ്ങളും അതനുസരിച്ചിട്ട് തേങ്ങയുടെ അളവൊന്നും ഞാൻ പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ തേങ്ങ എടുത്ത് അരയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചതിലേക്ക് നമുക്ക് ചേർക്കാം. നമ്മുടെ ചക്കപ്പാടയും മാങ്ങയും ഇട്ട് വേവിച്ചത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇപ്പോൾ ഇതിന് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നോക്കുമ്പം മാങ്ങയുടെ അളവ് ഇട്ടേക്കുന്നതനുസരിച്ച് പുളിയെങ്ങാൻ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അല്പം വാളൻപുളി വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ മാങ്ങയ്ക്ക് പകരം നമുക്ക് വാളൻപുളി തന്നെ ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ആ മിക്സി ഒന്ന് കഴുകിയ വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിരുന്നു, അല്പം ഉപ്പ് കുറവാണ്, ഉപ്പ് നോക്കണം. അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അല്പം വെള്ളം കൂടി നമുക്ക് ചേർക്കാം. എന്തായാലും കുറച്ച് കഴിയുമ്പം അല്പം കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഒരല്പം വെള്ളം കൂടി നമുക്ക് ചേർക്കാം.
തേയിലയുടെ തിളച്ചു. നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ കടുകൊന്നും ഇതിന് പൊട്ടിക്കുന്നില്ല, അല്പം വെളിച്ചെണ്ണ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വെറുതെ കളയുന്ന ചക്കപ്പാട് കൊണ്ട് നല്ല ഒരു രുചികരമായ തീയലിവിടെ തയ്യാറായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. നല്ലതാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് കിട്ടും. കഴിഞ്ഞ ദിവസം ചക്കയുടെ ഒരു ചപ്പാത്തി ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതുകൂടി കാണുക. ഇനിയും ചക്ക കൊണ്ട് കുറേ വിഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. സാധിക്കുന്നത് പോലെ ചക്ക തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓരോന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 2-3 ഞാൻ നേരത്തെ പഴയ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ചക്കപ്പാടുകൊണ്ടുള്ള തോരൻ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ ഞാൻ ബോക്സിൽ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.